ഹലോ, ഹായ് ഫ്രണ്ട്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഭക്ഷണം കഴിച്ചോ? സുഖമാണോ? ഞാൻ രാജ. സാപ്പിട്ടീங்களாம்மா? സാപ്പിട്ടീங்க? ബഷീർ ഹായ് അക്ക, ഹായ്. വേലൻ അപ്പു ഹായ്. ഭൂപതി ഹായ്. ഒന്ന് കഴിച്ചേട്ടാ. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ശക്തി കണ്ണൻ I want my sweet smile, please, ma. Okay. പിന്നെ എന്താണ് പിന്നെ സുഖമല്ല എല്ലാവർക്കും? കേശവൻ ഹായ്. സാജനേട്ടാ എന്താണ് ഇവിടെയൊക്കെ ഉണ്ടോ? അനീഫേട്ടാ ഹായ്. ഭക്ഷണം കഴിച്ചേട്ടാ. എന്താണ് വന്നില്ല ഉച്ചയ്ക്ക്? രാജേന്ദ്രൻ ഹായ്. കേശവൻ, അനു, ജയകുമാർ, ജയ്, അനീഫേട്ടാ ഹായ്. അനീഫേട്ടാ ശരി, റീൽസ് സൂപ്പറാக இருக்குது, தேங்க்யூ. യുവർ ഫ്രം കേരള. പളനികുമാർ ഹാപ്പി വെരി ഡിയർ സ്വീറ്റ് ഹാർട്ട് മൈ ഡിയർ അനിത. ഓക്കെ സൂപ്പർ. ഗുഡ് നൈറ്റ് വിഘ്നേഷ്. ഡ്രസ് സൂപ്പർ. താങ്ക് യു കേശവൻ. താങ്ക് യു കേട്ടോ. ചുടിയ ബ്ലാക്ക് ആൻഡ് സാൻഡിൽ. താങ്ക് യു. ഭക്ഷണം കഴിച്ചോ? പി കോളി ആനി ഉണ്ടല്ലോ, വീട്ടിനകത്തുണ്ട്. ഹായ് നൈസ് സ്മൈൽ. താങ്ക് യു രാജമ്മ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ്. വിനീഷേട്ടാ ഹായ്. എന്താണ് ഹായ് അനിതേ. നാട്ടിൽ എന്ന വിശേഷം? നല്ല വിശേഷം. നല്ല ചൂടാണ്. ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. സുമേഷ് ഹായ്. പ്രേം പ്രദീപ് ലവ് യു. ശരവണൻ ഐ ലവ് യു മുത്തേ. എൻ്റെ പേര് പറയൂ, എനിക്ക് എത്ര ഇഷ്ടമാണ്. ആൻഡോ ഏട്ടാ ഹായ്. മണി ഹായ്. சாப்பிட்டீங்களா மணி? எப்படி இருக்கீங்க? பிரபாகரன் ഹായ്. ഫ്രം ലൈവ് സിംഗപ്പൂർ. ഓക്കെ. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബേബി. നല്ല ഡ്രസ്സ്. താങ്ക് യു കമലേട്ടാ. ചുടിദാരടിഞ്ഞ് വന്ന് കുഞ്ഞ് ഹോളി ആയിട്ട് നല്ല വർണ്ണങ്ങളുള്ള ഡ്രസ്സ് ഇടുമെന്ന് കരുതിയതാ. ഫോട്ടസ് ശിവരാത്രി കുട്ടി. ബ്ലാക്കിൽ സുന്ദരിയാണ്. താങ്ക് യു ട്ടാ. ഇവിടെ ഞാനും എൻ്റെ ഫാമിലിയും മലമ്പുഴ വന്നിട്ടുണ്ട്. ആണല്ലേ കുമാർ. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. എന്നിട്ട് അലങ്കാരസ്വാമിയോ ലവ് യു. സൂപ്പർ. ആനന്ദ് ലവ് യു. കുമാർ വെരി നൈസ്. മൊബൈൽ നമ്പർ മുടിയിലേ ഇരിക്കട്ടെ. അപ്പം തന്നെ ഇരിക്കാൻ തുടങ്ങാന്നാ തോന്നുന്നു. വയ്യ, നിൽക്കാൻ വയ്യ. എന്താണ് ആൻറ്റോനേട്ടാ എന്താ പറയണ? കറുപ്പ് ചുരിദാറിൻ്റെ എൻ്റെ കുട്ടി നല്ല സുന്ദരി കുട്ടി. എന്നും നല്ല സുന്ദരി കുട്ടിയായി ഇരിക്കട്ടെ. ഐ ലവ് യു. എൻ്റെ പേര് എടുത്തു പറയുമോ? എന്നോട് ഇഷ്ടമില്ലാത്ത കാരണമല്ല എടുത്തു പറയാത്തത്. അയ്യോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ആൻറ്റോനേട്ടാ. മലയാളത്തിൽ എഴുതി കൂടി കേട്ടാ. ആൻഡോ ഫറൻസിസ്. ഏട്ടാ പറയേട്ടാ. കമൽ ഗുഡ്. താങ്ക് യു ബിനീഷേട്ടാ. താങ്ക് യു കേട്ടോ. എന്താണ് പിന്നെ ഭക്ഷണം കഴിച്ചാ ബിനീഷേട്ടാ? സുഖമല്ലേ? എന്താ അത്? കമൽ പി ജി ഏട്ടാ കഴിച്ചോ? ഓക്കെ ഏട്ടാ ഞാനും കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നിരിക്കുന്നേ കേട്ടോ.
തമിഴ് മണി ഗുഡ് നൈറ്റ്. ഹായ്, സൂപ്പറായിട്ടുണ്ട് പെർഫോമൻസ്. കാർത്തി ഓക്കെ. രാജൻ സുന്ദരിക്കുട്ടി കടം എത്രയുണ്ട് ജംഷീരേട്ടാ? ജയ കൃഷ്ണൻ ഉറക്കമില്ലേ? ഉറക്കം. സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാ. നാരായൺ സ്വീറ്റ് ഹാർട്ട്. പ്രഭാകരൻ എന്തായിരുന്നു ഫുഡ്? ചപ്പാത്തി ആയിരുന്നു ഹനീഫട്ടാ. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. താങ്കളുടെ വീഡിയോ എല്ലാം സൂപ്പറാണ്. താങ്ക് യു കാർത്തി. താങ്ക് യു സോ മച്ച്. തിരുമുരുകൻ ഗുഡ് നൈറ്റ്. എൻ്റെ മെസ്സേജ് മാത്രം നീ കാണില്ല. രമേശ് ഏട്ടാ ഞാൻ കണ്ടു. ഹായ്, ഭക്ഷണമൊക്കെ കഴിച്ചോ? സുഖമല്ലേ? നവീൻ ഹായ്. മോഹൻ വിജയ് ഗുഡ് നൈറ്റ്. സന്തോഷം. നാണം ഇല്ല കേട്ടോ, കുറച്ചും കൂടെ ഇല്ല. എന്താ ചെയ്യാനാ? ചുരിദാർ നല്ല സുന്ദരിയാട്ടോ ഇന്ന്. ഐ ലവ് യു നല്ല സുന്ദരി കുട്ടിയാണ്. താങ്ക് യു ഏട്ടാ. ആൻറ്റോണേട്ടാ അക്ക യു സൂപ്പർ അക്ക. താങ്ക് യു മണി. താങ്ക് യു. ഉടുത്ത സാരി അടിപൊളിയായിരുന്നു. താങ്ക് യു. നമ്മൾ പിജിമേട്ടാ. താങ്ക് യു. സാപ്പിംഗ്ല സ്വീറ്റ്. സാപ്പിംഗ്ല നാഗരാജൻ ഗുഡ് നൈറ്റ്. ഉമേഷ് ലവ് സൂപ്പർ മാം അക്ക. ഓക്കെ ഗുഡ് നൈറ്റ് അനിത പെണ്ണെ. ഓക്കെ ഉല്ലാസായിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു പോവാ. യു ഫാൻ. ഓക്കെ സൂപ്പർ. വാട്ട് ഫുഡ്? ചപ്പാത്തി. അതൊക്കെ എന്നെ ഇഷ്ടമാണോ അനി? എല്ലാവരും എനിക്കിഷ്ടമാണ്. ശ്രീകുമാറേട്ടാ ഇഷ്ടമാണ്. എന്ത് പറ്റിയേട്ടാ? മോഹൻ വിജയ് ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ കാരണം സുരേഷ് ഏട്ടാ ശ്രീകുമാറേട്ടാ. സുരേഷ് ഏട്ടാ ഗുഡ് നൈറ്റ് പറയുന്നു. മക്കൾ ഉറങ്ങിയില്ലേ? ജയകൃഷ്ണേട്ടൻ ഉറങ്ങി. രമേശ് ഇപ്പോഴല്ല, ഉച്ചയ്ക്ക് ഞാൻ കുറേ മെസ്സേജ് അയച്ചു വിട്ടു. ചിലപ്പോൾ ലൈവ് കഴിഞ്ഞിട്ടായിരിക്കും രമേശ് ഏട്ടൻ അയച്ചിട്ടുണ്ടാവുന്നത്. രാജദുരൈ ഗുഡ് നൈറ്റ്. ഞാൻ ചോറും മീൻകറി കഴിച്ചോ? ഞാൻ കഴിച്ചു. ചപ്പാത്തി കഴിച്ചു. 3 ചപ്പാത്തി കഴിച്ചു. 1 ഗ്ലാസ് വെള്ളം കുടിച്ചു. മഹേഷ് ഹാപ്പി ഹോളി. താങ്ക് യു മഹേഷ് ഏട്ടാ. ഉദയകുമാർ സെയിം ടു യു ടോളി ഏട്ടാ. എന്തൊക്കെ വായിച്ചു. ഓ നല്ല സുന്ദരി തന്നെ, ആരുമില്ലെങ്കിൽ. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ. ഉണ്ണിക്കുട്ടൻ ഹായ് ഗുഡ് നൈറ്റ്. நான் இன்னும் சாப்பிடல. ஏன் சாப்பிடல மணி? என்னாச்சு? வேலுசாமி சசிகுமார் ஜுபின் சூப்பர் வெங்கட். வாட் டைம் ஸ்லீப்? 11 മണി അക്ക. ശ്രീനിവാസൻ ഇപ്പോഴത്തെ ഷാള് സൂപ്പറായിട്ടുണ്ട്. അല്ലെങ്കിലും എൻ്റെ കുട്ടി നല്ല സുന്ദരമാണ്. ഐ ലവ് യു 100 വട്ടം. അവിടെ നിൽക്കുന്നത് வெரி நைஸ். அருண் லவ் யூ எனக்கு லவ் சொல்லுங்க. லவ் யூ மணி. சிவராஜ் குட் நைட்டு. ராஜேஷ் குட் நைட்டு. பியூட்டிஃபுல் സിസ്റ്റർ ഗുഡ് നൈറ്റ് മുരളിയേട്ടാ. ശിവരാജ് ഗുഡ് നൈറ്റ്. ശിവകുമാർ ലവ് യു. പെട്ടെന്ന് ലൈവിൽ ആളുകൾ കുറഞ്ഞു പോകുന്നുണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ. ശശികുമാർ ഗുഡ് നൈറ്റ്. മുരുകൻ ഹായ്. കൃഷ്ണമൂർത്തി ദിലീപ് ശിവരാജ് 1 ചപ്പാത്തി 1 ഗ്ലാസ് വെള്ളം. ബാക്കി വെള്ളം പിന്നെ കുടിച്ചോളും. കൃഷ്ണേട്ടാ ഗുഡ് നൈറ്റ്. പ്രഭാകരൻ ഇരുന്നു കൂടെ അനുഭവിക്കണം കേട്ടാ. ശിവകുമാർ കുറച്ചൊക്കെ നമുക്ക് ഫ്രണ്ട്സുമാരുടെ അടുത്തൊരു റെസ്പോൺസ് ഒക്കെ കഴിഞ്ഞിട്ട് റെസ്പോൺസ് പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് നിന്നുകൊണ്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ ഇരിക്കുക എന്ന് ഞാൻ വിചാരിച്ചു. ഗുഡ് നൈറ്റ് മൈ ലവ് യു ഡിയർ. ഹായ് രാധേട്ട. പ്രഭാകരൻ നാരായണം അശ്വൻ കുമാർ ഗുഡ് നൈറ്റ്. ബാബു ഗുഡ് നൈറ്റ്. അബു ഹനീഫ് നാരായണൻ വെരി ക്യൂട്ട് മാ ലവ് യു. അതാണ് സെൻട്രൽ കുമാർ.
അൻഷു മിസ് യു. മണി അക്ക യു ഫാമിലി കം. എൻ്റെ കുട്ടി നല്ല സുന്ദരി കുട്ടിയാണ്, ഇതുപോലെ കുട്ടിയാണ്, സൂപ്പർ നല്ല സുന്ദരി കുട്ടിയാണ്. എന്നത് ദേശീയില്ലേ അനിതയ്ക്ക് വരുന്നു വീട്ടിൽ പാലക്കാട്ടേക്ക് വരും. അനുപേട്ട ഗുഡ് നൈറ്റ്. നാട്ടിലെ ചൂട് കൂടുതലുണ്ട് അതല്ലേ, പോവാണോ? അത്രയ്ക്ക് ബഹുമാനം വേണോ? അതെന്താ കഴിച്ചത് ദിലീപേട്ട? ഞാൻ ചപ്പാത്തി കഴിച്ചത്. ഇരുന്നു കൂടെ? അതെ, ഇരിക്കാം. സാബിർ ഹായ്. അതെന്താ കഴിച്ചത് ദിലീപേട്ട? ഞാൻ ചപ്പാത്തി ഉരുളക്കിഴങ്ങ്. എല്ലാവരും എന്താ കഴിച്ചത് പറയേ. ഞാൻ മാത്രം ചോദിക്കുന്നു, ഞാൻ പറയുന്നു, നിങ്ങളും പറയും എന്താ കഴിച്ചതെന്നൊക്കെ പറയും. ഞാൻ മുടിയൊന്നും ചെയ്യില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരു വൃത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. മുടി ചെയ്യാത്തത് കൊണ്ട് മുടി ചെയ്യാൻ എനിക്ക് കുറച്ച് ഒരു എന്താ പറയുക, മടിച്ചിയാണ്. ഹായ് അക്ക പ്ലീസ്. മണി ബിനീഷ് ബ്രോ സാപ്പിട്ടീங்களா? സെന്തിൽകുമാർ, മനു, അനിമോളെ പറയട്ടാ, സുഖല്ലേ? അന്നമ്മോ എന്നോട് പറ, എന്ത് പറയണം രാധേട്ടാ? പടി. തനിച്ചിരിക്കുമ്പോൾ തങ്കക്കിനാവിലെ പിന്നെന്താ? താമര പൂക്കും തനിക്കും എനിക്കും സൺഡേ വന്നതില്ല. അശ്വൻ കുമാർ നൈറ്റ് പാട്ടാണോ? വിനോദ് കുമാർ ഗുഡ് നൈറ്റാ. വയനാടൻ. ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണോ? ഇവിടെ തന്നെ, വീട്ടിൻ്റെ പുറത്ത് തന്നെ ഏട്ടാ. ഗുഡ് നൈറ്റാ. മോഹൻ ഗുഡ് നൈറ്റ്. ഹാപ്പി ഹോളി ബേബി. മോഹൻ വിജയ് ബ്യൂട്ടിഫുൾ ഡ്രസ്. പ്രകാശൻ ഗുഡ് നൈറ്റ്. ഗോവിന്ദ് ഗുഡ് നൈറ്റ്. മൈ നെയിം ആസ്കിങ് ഐ ഗോയിങ് സ്ലീപ്പിംഗ് അനിത. യെസ്. കലൈ സെൽവം അക്ക. മണി സാപ്പിയാ? ഓക്കെ. സാരി കൊടുത്ത് ലൈവ് അടിപൊളി. താങ്ക് യു ദിലീപേട്ട. രമേശൻ എക്സലൻ്റ് ഡ്രസ്സ്. താങ്ക് യു. ചുരിദാറാണ് കേട്ടോ, എനിക്കിങ്ങനെ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഇടുക. ഒരു നല്ലൊരു, എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഇഷ്ടം നന്നായില്ലേ. അപ്പോഴെനിക്ക് ഈ ഡ്രസ്സ് കാണുന്നു. ടോപ്സിൻ്റെ കളറ്. സെന്തിൽ കുമാർ. രമേശ് ഫുഡ് കഴിച്ചു. ജനവധി ഗുഡ് നൈറ്റ്. വിജയ് ഗുഡ് നൈറ്റ്. സൂപ്പർ നൈസ്. താങ്ക് യു. മുകേഷ് ഹായ്. സതീഷ് കുമാർ. മുത്തേ ചക്കര കരളെ എന്നൊന്നും പറയാൻ എനിക്കറിയില്ലേ രാധേട്ടാ. രാഹുൽ ഹലോ. മടിച്ചിക്കോത പൂരത്തെ പൂരത്തിനേക്ക് പോയോ? ഇല്ല ഏട്ടാ രാഹുൽ ഏട്ടാ, പോയില്ല ഏട്ടാ. എന്താ ഇടയ്ക്കിടെ താഴത്തേക്ക് നോക്കുന്നേ? ആരാ വന്നു നോക്കിയതാ? ചിന്ന ഗുഡ് നൈറ്റ്. അൻസു ഗുഡ് നൈറ്റ്. സതീഷ് കുമാർ ഗുഡ് നൈറ്റ്. 3 times. സുരേഷ് വെറുതെ താഴത്ത് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ? വന്നോ? വെറുതെ വെളിയിൽ വരുമല്ലേ, അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അല്ല നമ്മൾ വെളിയിൽ വരുമല്ലോ ഏട്ടാ. വെരി ഗുഡ്. ദിലീപ് കൃഷ്ണ. എന്നും ചപ്പാത്തി കഴിച്ചാൽ മെലിഞ്ഞു പോകും. അത് ശരിയാ പറഞ്ഞത്, ഞാൻ അല്ലെങ്കിൽ മെലിഞ്ഞു പോയി. പ്രഭാകരൻ. പ്രദീപൻ സൂപ്പറായിട്ടുണ്ട്. കുറച്ച് തടി വയ്ക്കണം, മെലിഞ്ഞു. മണി ഗോപി ഹായ്. ഗുഡ് നൈറ്റ്. പാട്ട് എഴുതി വിട്ടു കേട്ടാ. നമ്മുടെ ഷിബുവേട്ടൻ അവിടെ? ഷിബുവേട്ടനെ കാണുന്നില്ല. ജയൻ ഗോപി ഏട്ടനെ കാണുന്നില്ല. ജയേട്ടനെ കാണുന്നില്ല. JP ഏട്ടനെ കാണുന്നില്ല. നാസറേട്ടനെ കാണുന്നില്ല. രാധേട്ടനുണ്ട്. സാജനേട്ടനുണ്ട്. ഗഫൂർ ഏട്ടനെ കാണുന്നില്ല.
പിന്നെ കുറേ ഫ്രണ്ട്സ്മാരെ കാണുന്നില്ല, ജെറിനേട്ടനെ കാണുന്നില്ല, ബിനിഷേട്ടനുണ്ട് ലൈവില്. ഹായ് മുകേഷ്, ഈ സ്റ്റൈൽ പുതിയ ഫാഷൻ ആണോ? ഡ്രസ്സ് സൂപ്പർ. ചന്ദന കളർ. അതെ, ചന്ദന കളർ ഇല്ല കേട്ടോ ഉള്ളേട്ടാ, ഷോള് മാത്രമേ ചന്ദന കളർ ഉള്ളൂ, പിന്നെ ഒരു ചെറിയ ഡിസൈൻ മാത്രം. മണി ഗോപി സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ യാരെന്ന് കേട്ടാ രജനികാന്ത് സൊല്ലും. അടുത്തന്നെ പാട്ട്. ഗുഡ് നൈറ്റ് ജാഫറേട്ടാ, ഗുഡ് നൈറ്റ്. എന്താണ് പിന്നെ എന്നിട്ട്? ശബരി ഗുഡ് നൈറ്റ്. പാട്ട് എഴുതി വിടി, ഞാൻ പാട്ട് പാടട്ടെ. പാലോ പാലോ പാട്ട് എഴുതി വിടി കേട്ടോ പ്ലീസ് കേട്ടോ. അൻഷു ഗുഡ്. ജാഫർ ശബ്ദം കുറവാണ്. അതോ ശബ്ദം കുറവാ? ഇനി ശബ്ദിച്ചാൽ ഈ അപ്പാർട്ട്മെന്റ് മുഴുവനും കേൾക്കും. എല്ലാവരും ഉറങ്ങുന്ന സമയമായിട്ട് ഞാനിവിടെ കിടന്ന് പിച്ചുമ്പേം പറഞ്ഞാലേ. അയ്യോ ബ്യൂട്ടിഫുൾ, താങ്ക് യു രാജ്. രാജിനെ കാണോ? രാജ് എങ്ക് പോയിച്ചു രാജ്. ഞാൻ വന്നു പോയി പിന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കിയതാ. ആണല്ലേ സജനേട്ടാ? അമരത്തിലെ പാട്ടറിയാമോ ദിലീപ് പേട്ടാ? എഴുതി വിട്ടാ പാടാം എങ്ങനെയെങ്കിലും. തുറയുണരുമ്പോൾ മീൻവലകൾ ഉണരുമ്പോൾ പൊന്നല ചൂടി താമരവും ഒഴുകുമ്പോൾ കാലിൽ ചിലമ്പാടും തീരങ്ങൾ പൂവായി നീയും കിനാപ്പാലാഴി നീരാടിവായോ. സാജനേട്ടൻ എവിടെ? ബിഷ എവിടെ? ജെറിൻ കാണാൻ തന്നെ ഇല്ലല്ലോ. ജയൻഗോപി ഏട്ടൻ എവിടെ? ഗഫൂർ ഭായ് എവിടെ? എല്ലാവരെയും ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ. തീർച്ചയായിട്ടും ഖനീഫേട്ടാ, ഞാൻ ഇന്ന് ലൈവിൽ വന്നിരുന്നു, കണ്ടോ? ഓ ഞാൻ കണ്ടിരുന്നു, ഉച്ചയ്ക്ക് കണ്ടിരുന്നു. ഞാനും ഉണ്ട്, കണ്ടില്ലേ? 58 കിലോ, 160 ഉയരം, അതാ കാണാത്തത്. വിജയകുമാർ ഗുഡ് നൈറ്റ്. ഞാൻ പറഞ്ഞു വിനീഷേട്ടന് നന്നായിട്ടൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കണേ. വേണ്ട വേണ്ട ഇനി തടികൾക്ക് വേണ്ട, ഇത് ഭംഗി. അതല്ലേ രാഹുലേട്ടത് ഭംഗി, തടി വേണ്ടെന്നാ പറയുന്നത്. മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടമൊക്കെ ആണ് എനിക്ക്. വേണ വേണ വേണ. ഹായ് പെങ്ങളെ, സുഖാണ്? സുരേഷ് ഏട്ടാ എന്ത് പറ്റി ഏട്ടാ? വരണേ ഇല്ല കേട്ടോളേ. സുഖമായിരിക്കുന്നു. ഏട്ടന് സുഖമാണോ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? മോൾക്ക് സുഖമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഏലുമലൈ ഗുഡ് നൈറ്റ്. മണി ഗോപി സൂപ്പർ സ്റ്റാർ അനിത പാലക്കാട്. ദിലീപ് കൃഷ്ണ അടിപൊളി. അങ്ങനെയൊന്നും പറയില്ല, സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ കേട്ടോ. ഹാർഡ് ഡിന്നർ. ആർസി ராஜ், இன்னைக்கு தான் நீங்கள் தான் ஃபஸ்ட்டுங்க. நம்மளோட இந்த லைவ்லிஸும் எல்லாத்திலும் ரீல்ஸ் எல்லாத்திலும் சப்போர்ட் செய்ததில் நீங்கள் தான் ஃபஸ்ட்டு வந்திருக்குது. ரொம்ப சந்தோஷம் ஆர்சி ராஜ். டின்னர் சாப்பிட்டீங்க, நீங்கள் சாப்பிட்டீங்களா? ஸோ என்ன ஃபுட்டு சாப்பிட்டீங்க? சப்பாத்தி சாப்பிட்டீங்க. நீங்கள் மணி என்ன சாப்பிட்டீங்க? ബാങ്കിൽ പോകുന്നില്ല, പോകണം, എന്തായാലും പോകണം. ഈ മാസം ലാസ്റ്റ് പോവും എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ. ഉമ്മച്ചിയുടെ സുൽത്താൻ ഹായ്. കൂടുതൽ വണ്ണം വെച്ചാൽ ഡോർ മാറ്റി വെക്കേണ്ടി വരും. അത് ശരിയാ. ഞാനൊരു 25 മിനിറ്റ് കൂടി ലൈവിൽ ഉണ്ടാകുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഉറങ്ങുകയാണോ? ഹായ് ജരനേട്ടാ. ഉണ്ടാക്കിയുള്ളൂ. 2 മണിക്ക് എയർപോർട്ടിൽ പോകണമൊക്കെ. പറഞ്ഞാൽ ശരിയാ. രാവിലെ നേരത്തെ പോകണം, പിന്നെ ഉച്ചയ്ക്ക് ലൈവിൽ വരില്ല, വൈകുന്നേരത്തും വരില്ല. ശരിയാട്ടാ, ഓക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ രാധേട്ടാ. സന്തോഷമായിരിക്കട്ടെ. എന്നാൽ പിന്നെ നേരത്തെ കിടന്നോളേ, 25 മിനിറ്റും കൂടി റെസ്റ്റ് എടുത്തോളേ. ഗുരുസ്വാമി മണി ഹായ് ജെറിൻ ബ്രോ. ഇതുപോലെ കണ്ടാൽ മതി ദിലീപേട്ടാ. ഓക്കെ ഏട്ടാ, ഓക്കെ. മണി ബ്രോ, ജെറിൻ ബ്രോ സാപ്പിട്ടീங்களா? കമ്മിങ്.
സുൽത്താൻ ഹായ് ഗുഡ് നൈറ്റ്. ബിനോയ് ഗുഡ് നൈറ്റാ. ഈ ആഴ്ചയും എനിക്ക് പോയിന്റ് ഇല്ല. അതെന്തുകൊണ്ടാണ് പോയിന്റ് വരാത്തത്? സംതിങ് ഇസ് റോങ്. വിസാരിച്ച് പാത്ത് ഉണ്മയെ കണ്ടുപിടിച്ചോ? സതീഷ് എന്താണ് വിശേഷം? നല്ല വിശേഷം ഗുരുസ്വാമി. ഹായ് മണി മാറ. എനിക്ക് കാല് ഷിബുവേട്ടൻ എവിടെ പോയി? കാണാനില്ലല്ലോ. എനിക്ക് പാട്ട് എഴുതിവിടാൻ വേണ്ട. പാട്ട് എന്ന് എഴുതി വിട്ടുകൂടെ? പറയും ശരിയാണോ? പറയും പാട്ട്. നോ ഐ ബി ബ്രോ. താഴെ ഇരിക്കുക ഫ്രണ്ട്സ്. അയ്യപ്പോ എന്നാ പിന്നെ ഞാൻ പോട്ടെ, പിന്നെ വരാം. എവിടെ പോകുന്നു ഏട്ടാ? ഇരിക്കുക ഏട്ടാ. എന്ത് സാഹചര്യം. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതും മറുപടി തന്നില്ല. അതിൻ്റെ അല്ലേ ഞാൻ പറയട്ടെ. ചേപ്പി ഏട്ടാ, ഓയ് എന്നെ കാണുന്നില്ലേ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അയ്യോ ഞാൻ കണ്ടില്ല ഏട്ടാ. ഡിന്നർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചപ്പാത്തിയാണ് രാജ് കഴിച്ചത്. ഞാൻ എന്നും വരാറുണ്ട്, മെസ്സേജ് ഇടുന്നുണ്ട്, പക്ഷെ പെങ്ങൾ കാണുന്നില്ല. അതല്ലേ, കാണാത്തോണ്ടാണ് കേട്ടോ. ഒന്ന് ക്ഷമിക്കണേ ഏട്ടാ. ഇതെന്താണ് ഏട്ടാ ഇരുട്ടായി പോയത്? ലൈവ് ഇങ്ങനെയൊരു ലൈവായി പോയില്ല ഭഗവാനി. അപ്പം എന്താ പറയേണ്ടത്? തിരിച്ചെന്താ സാധനം ഏട്ടാ? രാധേട്ടൻ്റെ അടുത്ത് മറുപടി പറയണം. ജെ പി ഏട്ടൻ ഭക്ഷണം കഴിച്ചേട്ടാ? സുഖമല്ല രാധേട്ട? ഇരിക്കേട്ടാ. എന്താട്ടാ ഞാൻ പറയാട്ടാ. എന്താണിത്? ബിസ്ക്കറ്റും ചായയോ? എന്താ സംഭവം? നോ ഐ മിസ് വിനീഷ് ബ്രോ. എല്ലാവർക്കും സുഖമല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്താണ് വിശേഷം? ജനനേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? സുഖമാണോ? എന്താണ് 2 ദിവസം വന്നില്ല? ജയങ്കോപിയേട്ടനൊന്ന് മെൻഷൻ ചെയ്തിടിയേട്ടാ പ്ലീസ്. ജനനേട്ടാ ഇന്ന് ചേറായിട്ടാണ് വന്നത്. ചേറായിട്ടാണ് വന്നത്. അവിടെ മഴ പെയ്തോ? ഇല്ല രാജു ഏട്ടാ. ഇന്നും അയച്ചു, കുറേ മെസ്സേജ് അയച്ചു. ആണല്ലേ, കണ്ടില്ല. ചിന്നമാണി കൊയിലേ മെല്ലെ വരും മയിലേ എங்கே ஊஞ்சோடி நான் போறேன் தேடி. ശിവോട്ടാ ഭക്ഷണം കഴിച്ചേട്ടാ. അപ്പൊ സുരേഷ് ചേട്ടൻ എന്നും വരാറുണ്ട്, മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഞാനാണ് ഇപ്പൊ കാണുന്നില്ല അല്ലേ? സോറി ഏട്ടാ. ഹായ് ബിനീഷ് ചേട്ടാ. പളനി വെയിൽ ഗുഡ് നൈറ്റ്. ഷൺമുഖ വെയിൽ ഗുഡ് നൈറ്റ്. സോ ഹായ് മിസ്. സുഖമാണോ? കൊണ്ട് കഴിച്ചു. ശിവരാത്രി നേരെന്ന് പറഞ്ഞത്. ഹായ് ജെറിൻ, കാണാനില്ല. സെന്തൽ കുമാർ പ്രഭാകരൻ ഗുഡ് നൈറ്റ്. ഇറ്റ്സ് മലയാളം സോങ് ഇസ് പാടൻ. ഓക്കെ ഗുഡ് നൈറ്റ്. ഞാനും പോവുക. എവിടേക്ക് പോകുന്നു ശ്രീലേഷ് ഏട്ടാ? ഇരിക്കേട്ടാ. സജഷൻ മണി ഇല്ല ഏട്ടാ. എല്ലാവരും ഭക്ഷണം കഴിച്ചോളൂ. ഞാനും കഴിച്ചു, ചപ്പാത്തിയാണ് കഴിച്ചത്. ചോദിക്കട്ടെ ആരൊക്കെ? വിനീഷ് ചേട്ടൻ കഴിച്ചോ? ഭക്ഷണം കഴിച്ചു പറഞ്ഞു. സുരേഷ് ചേട്ടൻ ഭക്ഷണം കഴിച്ചേട്ടാ. ഷിബുവേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ലൈവിൽ വന്നിരിക്കുന്നത്? പറയും. ഇപ്പൊ ബിനീഷ് മെസ്സേജ് റിപ്ലൈയിൽ കയറി അയച്ചതാ. അതെ, മെൻഷൻ ചെയ്താലേ കിട്ടുള്ളൂ. ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ ഏട്ടാ. മെൻഷൻ ചെയ്താലേ ചിലപ്പോൾ മെസ്സേജ് കാണുള്ളൂ. ഐ ആം ഫീലിംഗ് എന്താ സെൻഡ് എന്നാ സെക്കൻഡ്. ഓ നോ പ്രോബ്ലം മണി. നൗഷൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജെറിൻ ബ്രോ സാപ്പിങ്ങളാ? മണി ചോദിക്കുന്നു. വിജയ വിസ്കി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാലിരിക്കട്ടെ. ഷാജി പാപ്പാൻ എറണാകുളം. ഹായ് മുത്തേ. ഉത്രാളിക്കാവിൽ പോയോ? ഉത്രാളിക്കാവിൽ പോയില്ല കേട്ടാ. അപ്പോൾ ഫേസ്ബുക്കിൽ പോയിന്റ് കിട്ടാൻ പോയിന്റ് കിട്ടാൻ ഞങ്ങളെ മാത്രം മെസ്സേജ് അയച്ചാൽ പോരാ. അയക്കുന്ന മെസ്സേജ് മറുപടിയും തരണം. അപ്പോഴാണ് ഫേസ്ബുക്ക് പറയുന്ന ഈ ആഴ്ചയിലെ ഇടപാടുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
വണ്ടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ മതി ആവണം, അപ്പോഴേ പോയിന്റ് കിട്ടുക. അതല്ലേ എനിക്കറിയില്ല കേട്ടോളെ. എന്താ സാപ്പിട്ടീங்களா? അപ്പൊ സാപ്പിട്ടീங்க, நீங்க சாப்பிட்டீங்களா மணி? യു ഈറ്റ് വെജ് ഓർ നോ വെജ് ഫുഡ്? ഞാൻ വെജാണ്. ചപ്പാത്തി, പൊട്ടോറ്റോ, എന്താ പറയാ, ഗ്രേവിയാണോ പറയാ, മസാല മസാല. മണിമാരൻ അത് അടുത്തത് അടുത്ത തവണ ഫസ്റ്റ് വേണം. മണി എനിക്ക് സെക്കൻഡും ഇല്ല ഫസ്റ്റും ഇല്ല. കഴിച്ചു ചെമ്മീൻ കറി. സുരേഷ് ഏട്ടാണല്ലേ. അരസ ചന്ദനം മണക്കും കുങ്കുമം അഴക് നെറ്റിയിലെ. അരച്ച ചന്ദനം എന്നല്ലേ? അരസ ചന്ദനം, അരച്ച ചന്ദനം മണക്കും കുങ്കുമം അഴകു നെറ്റിയിലെ. അങ്ങനെയല്ല പാട്ട്, അത്രയ്ക്കൊന്നും അറിയില്ല. വെരി വെരി നൈസ്. ഗുഡ് നൈറ്റ്. കഴിച്ചില്ല. ഓക്കെ, കഴിച്ചില്ല അല്ലേ? എന്താ വൈകണത് മണിമാരൻ? സാപ്പിട്ടാണ്. സന്തോഷ് ഗുഡ് മോർണിംഗ്. പൊന്നെ ഉറങ്ങിയില്ലേ? ഇല്ല ഏട്ടാ. അശോകനേട്ടാ അപ്പാടി കുറച്ച് മെസ്സേജ് ഒക്കെ അങ്ങനെ. റെസ്റ്റ് ചേച്ചി റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തി വാങ്ങിയതാണോ ആനും ഉണ്ടാക്കിയതാണോ? ദൈവമേ, ഞാൻ ഉണ്ടാക്കിയതാണ്. എന്തായാലും പൂങ്കാറ്റി പോയി ചൊല്ലാമോ തെക്കൻ പൂമ്പാറ്റി. പൂങ്കാറ്റി പോയി ചൊല്ലാമെന്നാണോ പാട്ട്? അൻസു ഹായ് ഹായ്, ഹലോ ഗുഡ് നൈറ്റ്. ഞാൻ കഴിച്ചു ചപ്പാത്തി ചക്കയും വേവിച്ചതും, ചക്ക വേവിച്ചതും മീൻ കറിയും. അടിപൊളി. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ചേട്ടനേട്ടാ. സോ എപ്പോഴെങ്കിലും ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയായിരിക്കും അല്ലേ? ഓക്കെ മാബി. ഞാൻ ലൈവ് തുടങ്ങി 2 മിനിറ്റ് ആയപ്പോൾ വന്നതാ. എന്നെ കണ്ടില്ല. ഞാൻ കണ്ടില്ല കേട്ടാ, സത്യമാണ് പറയുന്നത്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ. சாப்பிட்டீங்களா? என்ன சாப்பாடு? சப்பாத்திங்க. குட் நைட் ஸ்வீட் ட்ரீம்ஸ். நான் வீட்டுக்கு போகிறேன். ഓക്കെ മണി. വെളിയിൽ ഇരിക്കണീங்களா? ഈശ്വര, ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ അറിയോ കുട്ടിക്ക്? ഈശ്വര, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ കുട്ടിക്ക്? എന്താ കേട്ടോ പറയണോ? 10-13 വർഷമായില്ല ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ജയേട്ടാ നമസ്കാരം. എന്താണ് ഉച്ചയ്ക്ക് വന്നില്ല നമ്മള്? ഞാൻ മിണ്ടില്ല കേട്ടോളെ, ഉറപ്പാണ്. ഐ നെവർ ഫുഡ്. ഞാൻ വരാം, എനിക്കിഷ്ടമാണ്. ഞാനും വരുന്നു, എനിക്കും ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് വരും. ഞാനും ജയേട്ടനും കൂടെ വരാം എന്തായാലും. എന്ത് ജയേട്ടാ പറയണത്? ജയേട്ടൻ എന്താ ഉച്ചയ്ക്ക് വന്നില്ല ഏട്ടാ? രാജേന്ദ്രൻ നമസ്കാരം ഉണ്ട് കേട്ടോ എല്ലാവർക്കും. നമസ്കാരം ഉണ്ട്. രാജ് എങ്കിൽ പോയി. ഐ നെവർ ചപ്പാത്തി ഇൻ കേരള ഹോട്ടൽ ഓൺലി സാമ്പാർ ആൻഡ് ചട്നി. ചപ്പാത്തിക്ക് അങ്ങനെയാണോ? ഇവിടെ ഒന്നും അങ്ങനെയൊന്നും അല്ല. ഞങ്ങള് ചിക്കൻ കറിയും ചന മസാലയും ഒക്കെ ചേർക്കും. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം, ഇഷ്ടമുള്ളത് കിട്ടും. എനിക്ക് ആ ലിസ്റ്റിൽ ഫസ്റ്റ് വേണമെന്ന് ഇപ്പോൾ ആഗ്രഹമൊന്നുമില്ല. അതിനു വേണ്ടി ഞാൻ ആക്റ്റീവ് ആകില്ല. ആണോ? ആവണ്ട. നമസ്കാരം. ഹായ് സത്തു. ആരാണത്? ഇടുക്കി ജില്ലക്ക് വാ, ചപ്പാത്തി മീൻ കറിയും തരാം. ചപ്പാത്തി മീൻ കറി അല്ലേ? ഓക്കെ. സുന്ദരി 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 ഒന്നിറങ്ങി വാ, നാളെയാണ് താലിമംഗലം. സുരേഷ് ഇടപാടി പാട്ടൊക്കെ എഴുതി കൊടുക്കണ്ടോ? எப்போ நீங்க சாரியில சூப்பரா இருக்கீங்க. தேங்க்யூ ஜெகதீஷன் ஏட்டா. ദുരൈരാജ് ഗുഡ് നൈറ്റ്. ഹായ് ജെറിൻ ബിനീഷ് രാധേട്ടൻ ഗഫൂർ നമസ്കാരം. സുന്ദരി സുന്ദരി ഗഫൂർ ഏട്ടനെ കാണുന്നില്ല. ഒന്ന് മെൻഷൻ ചെയ്ത് വിടേ. എന്താ അത് വരുന്നില്ലെങ്കിൽ അതൊക്കെ വിളിക്കണം ടോളെ, എപ്പോഴല്ലേ വരുള്ളൂ. എന്താ കഴിച്ചത് ചേട്ടാ?
സാജനേട്ടൻ കഴിച്ചോ എന്താണെന്നും പറഞ്ഞില്ല. സാജനേട്ടൻ പോയോന്ന് അറിയില്ല ലൈവിൽ നിന്ന്. ഹായ് ചെയ്യട്ടോ. ഗിരീഷേട്ടൻ കഴിച്ചത് പറഞ്ഞു, രാധേട്ടൻ കഴിച്ചത് പറഞ്ഞില്ല. എന്താ രാധേട്ട ഭക്ഷണം കഴിച്ചേട്ടാ? യുവർ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടം, എല്ലാവർക്കും ലൈക്ക് പண்றீங்க. யாரு ஜெரின் ப்ரோ, நான் உங்க கூட யாரு ஜெரின் ப்ரோ, நான் உங்க கூட தான் இருப்பேன். யாரும் சொல்லலாம் ப்ரோ. ഷിബോട്ടം പാട്ട് എഴുതിയിട്ടുണ്ട്. ஊரை தெரிஞ்சுக்கிட்ட உலகம் புரிஞ்சுக்கிட்ட கண்மணி, ஏன் கண்மணி நானும் അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. ഹായ് ചെയ്യട്ടാ. ഫേവറേറ്റ്. അവിടെ മഴയുണ്ടോ? ഇല്ല സുരേഷ് ഏട്ടാ, നല്ല ചൂടാണ്. എന്നെ വിളിക്കാതെയാണ് വന്നത്. സ്വീറ്റ് ഹാർട്ട്. ചിന്നമണി കോയിലേ. ജെറിൻ, ഇജ്ജ അങ്ങനെ കരുതിയാലും ഞാൻ എൻ്റെ കൂടപ്പുറപ്പായിട്ട് കാണും. സൂപ്പർ ഏട്ടാ, ഞാൻ ലൈക്ക് തരുന്നു. എൻ്റെ കെയറിങ് ആയിട്ടുള്ള ലൈക്ക് ഞാൻ തന്നു. മണ്ണും ജാരി നിന്ന RC രാജ് കപ്പ കൊണ്ടുപോയി. അങ്ങനെ എന്താ അങ്ങനെ പറഞ്ഞത്? അതെന്താ മീനിങ് ഏട്ടാ? മനസ്സിലായില്ല. ജഗദീശൻ സൂപ്പർ പാട്ടു. ഞാൻ മട്ടുംതാ സിംഗിൾ. அப்படி என்னங்க சொல்றீங்க மணி? JP ഏട്ടൻ എവിടെ പോയി? JP ഏട്ടൻ നിങ്ങൾ വല്ലതും കഴിച്ചോ ഏട്ടാ? എവിടെ പോയി? നിങ്ങൾ പോയാ ലൈവിൽ നിന്ന്? എനിക്ക് ഇവിടെ ഒന്നും മെസ്സേജ് ഒന്നും കാണുന്നില്ല കേട്ടോളേ. ഞാനും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. എങ്ങനെ തന്നെ ഇവിടെയും വളരെ ചൂടാണ്. ഞാൻ അതിന് ലൈക്കൊന്നും തരില്ല. ചിരി ശരിയില്ല. ഇങ്ങനെ ചിരിച്ചാൽ തരില്ല. സ്മൈല് നല്ലതായിട്ട് ചിരിക്കണം. ഇവിടെ വളരെ ചൂടാണ്. ആണല്ലേ സുരേഷ് ഏട്ടാ? ഇവിടെ അതേ തന്നെ ഏട്ടാ. സിംഗിൾ പ്രസംഗ. ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ്. സച്ചിൻ കൃഷ്ണമൂർത്തി. ആയ അനിതക്കുട്ടി പറയട്ടാ. എന്താണ് വന്നില്ല? ഉച്ചയ്ക്ക് ലൈവിൽ വന്നില്ല. അച്ചൂസിനെയും കാണുന്നില്ല. അച്ചൂസ് എന്തോ ഇത് പറ്റി, റെസ്റ്റ് എടുക്കായിരിക്കില്ലയോ? നല്ല ലവ് സോങ് പാടുന്ന എഴുതി വിടുறீங்களா ജഗദീശൻ? ഓട്ടേ എവിടെയാ? പാലക്കാടാണോ? ഞാൻ ഓട്ടേ ഇട്ടിട്ടില്ല സത്യം. ഓട്ടേ ഇല്ല എന്നാ തോന്നുന്നത് എനിക്ക്. ഞാനിതാ ഒരു കാര്യം ചെയ്യണം. ഞങ്ങൾ 6 ഒരു കട്ട ചങ്കുകളാണ്. ആരെയും വേർതിരിച്ച് കാണരുത്. 6 പേരും. അതെ, അതിലെന്താ സംശയം? ഞാൻ കഴിച്ചു കേട്ടാ ജയേട്ടാ. ഞാൻ കഴിച്ചു ചപ്പാത്തിയാണ് കഴിച്ചത് കേട്ടാ. 3 ചപ്പാത്തി 1 ഗ്ലാസ് വെള്ളവും കുടിച്ചു. യു ക്യാൻ സിങ്. പാടുறீங்க. എങ്ങനെ ചിരിച്ചാലും മതി. ലൈക്ക് തരുമോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കണ്ടില്ലേ? എനിക്ക് ലൈക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, എന്നാലും പനി കുറവായോ സുധീരേട്ടൻ? ഇന്നലെ വന്നത്. ഇന്നെ പണങ്ങണ്ട. ജെറിനേട്ടൻ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നതല്ലേ. പണങ്ങണ്ട. എന്തായാലും ഞാൻ പണങ്ങാൻ റെഡിയല്ല. ഉറങ്ങിയില്ലേ? എന്ത് പറ്റി കുഞ്ഞെ? സുഖമാണോ? സുഖമായിരിക്കുന്നു കണ്ണേട്ട. സുധീരേട്ടാ പനി കുറവായി. പനിയൊക്കെ മാറിയേട്ടാ. ചപ്പാത്തി ജലദോഷം. ഭക്ഷണം കഴിച്ചേട്ടാ സുധീരേട്ടാ? read it also. சொல்லுங்க. cold is good news. good news ആണ് RC. ധർമ്മരാജ് ഗുഡ് നൈറ്റ്. നല്ല രസം. ശ്രീലക്ഷ്മി. ഓക്കെ. പെൺകുട്ടിയാണോ? വിശ്വസിക്കാമോ? അല്ല, എൻ്റെ ലൈവില് പെൺകുട്ടികൾ വരാറില്ല, അതുകൊണ്ടാ. കാർത്തിക് എന്താ പറയുന്നത്? എന്തിനും എനിക്കും ലൈക്കില്ല, ചിരിയില്ല.
ചിരിച്ചില്ലേ? അപ്പടിയാ രാധാകൃഷ്ണൻ ബ്രോ, അപ്പടിയാ. എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ പറയണ്ട. ഇപ്പൊ കൊറേ ഫ്രണ്ട്സുകൾ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി 6 പേരാക്കണ്ട, നമ്മളിൽ കുറെ കൂട്ടാനുണ്ട്. അതിലൊക്കെ നിറയെ ഫ്രണ്ട്സുമാര് കൂട്ടാനുണ്ട്. അപ്പൊ ഈ 6 എന്ന് പറയുമ്പോ അത് എന്താ പറയാ, എല്ലാവർക്കും അതൊരു സങ്കടമായിട്ട് വരും കേട്ടോ. ഹാപ്പി ഹോലി. അനിത ലൈക്ക് തന്നിട്ടില്ലെങ്കിൽ ജയേട്ടൻ എന്റെ ഏട്ടനാണ്. ഓ ശരി, അങ്ങനെ എഴുതിയാൽ മതി, ഇങ്ങനെ ചിരിച്ചാ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഇതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ ചിരി ഉണ്ടല്ലോ, അങ്ങനെ കണ്ണിൽ കൂടെ കണ്ണീരും വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്, അതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എനിക്കിഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാ. എനിക്ക് ഇഷ്ടം ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഈ 11ാം മാസം ലൈവ് എനിക്ക് ആകെ കിട്ടിയത് 2 ലൈക്കാണ്. അതും കൂടി ഉണ്ടെങ്കിൽ ഞാൻ അന്നൊന്ന് സ്ഥാനത്ത് കിട്ടിയത്. അതെ, അയ്യോ. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഇനി ഞാൻ തെരഞ്ഞു പിടിച്ച് ഇട്ടോളാം. നോ സിംഗ് ഓഫ് കോൾഡ് ഇൻ വോയിസ്. ഇല്ല, റെഡിയാണ്. ഐ എം ഓക്കെ. റൈറ്റ്. സെന്തിൽ കുമാർ ഗുഡ് നൈറ്റ്. എന്നിട്ട് എന്താണ് പിന്നെ പറയും? ജയേട്ടൻ എന്താ കഴിച്ചത്? എങ്ങനെയാണ്? പാലൊക്കെ കുടിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു പാട്ട് എഴുതി പിടിച്ചു പോട്ടാ. എന്താണ് ജരനേട്ടൻ എഴുതുമെന്ന് അറിയില്ല. എഴുതി ജരനേട്ടാ, പാട്ട് എഴുതി വിടി കേട്ടാ. ജരനേട്ടാ, ബിനീഷേട്ടാ, എഴുതി വിടി, പാടട്ടെ. സന്തൽകുമാർ സന്തൽകുമാർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, വരുന്നോട്ടോളെ ഫ്രണ്ട്സാ, ഒന്നും മിണ്ടാതിരിക്കല്ലേ. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, കരയാതെ ആരോമൽ തുമ്പി നീയില്ലെങ്കിൽ ഞാനുണ്ട് പോവേ, വാത്സല്യം ഞാൻ ചേരും പോവേ. നാഗരാജൻ രാജ ഗുഡ് നൈറ്റ്. ഹണി സ്വീറ്റ് ഡ്രീംസ്. കൊട്ടാപ്പാക്ക് കൊട്ടാപ്പാക്ക് അങ്ങനെ നമുക്ക് റീൽസായിട്ട് ചെയ്യാം. കൊട്ടാപ്പാക്ക് കൊളുന്ത വെറ്റല് ഒട്ടാൽ നാക്സവക്കാൻ മച്ചാനിയും മച്ചിനി നാനും വിട്ടാൽ ധൂൾ പറക്കും. നാളെ കാണാം. ഗുഡ് നൈറ്റ്. സുധീരേട്ട പോവാ. ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2 പ്രാവശ്യമായി കറണ്ട് പോകുന്നു. കിടക്കാൻ വയ്യ, ചൂട് കൊണ്ടേ. എന്നോട് ഇപ്പോൾ അന്ന് പറഞ്ഞത് പാട്ട് എഴുതാം. ഞാൻ ഫസ്റ്റേ പറഞ്ഞു. അപ്പൊ റിവേഴ്സ് എവിടെയെങ്കിലും പോയി നോക്കി. ഞാൻ ഫസ്റ്റേ പറഞ്ഞു എല്ലാവരും അനിതയുടെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ 6 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യുന്ന ഫ്രണ്ട്സും വരാണ്. ഓ അങ്ങനെ. രാമപ്രസാദ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശിവയുടെ പാട്ട് പൊളിച്ചു. എന്നോട് ഇപ്പോൾ എല്ലാവരും വായിച്ചു. എന്താണ് മൾട്ടിപ്പിൾ പാട്ടാ? ഗുഡ് നൈറ്റ്. എനിക്ക് ലൈക്ക് അടിക്കാത്തത് കൊണ്ട് ആണ് എനിക്കും പോയിന്റ് കിട്ടാത്തത്. ആണല്ലേ? ഓക്കെ. ഫേസ്ബുക്കിൽ അങ്ങനെ തുടർന്നുകൊണ്ട് കമന്റ് ഇടി, ഞാൻ ലൈക്ക് തരുന്നതായിരിക്കും.
ഗുഡ് നൈറ്റ്. ധനി കൃഷ്ണൻ, രാമമൂർത്തി, നരേഷ്. അപ്പൊ എന്തോ എവിടെയോ പ്രശ്നമുണ്ട് ദിനേശ് ചേട്ടാ. എന്നെ ഫോളോ ചെയ്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് പോയിന്റ് വരാത്തത്? അതേപോലെ തന്നെ നമ്മുടെ ജയേട്ടനും ഫസ്റ്റ് വന്നാണ്. ഇന്ന് അവിടെ നല്ല വെട്ടമുണ്ടല്ലോ പുറത്ത്. ആണല്ലേ? എന്താന്നറിയില്ല കേട്ടോ ചേട്ടാ. ചില സമയത്ത് നല്ല വെളിച്ചമാണ്, ചില സമയത്ത് ഇരുട്ട് പിടിച്ച മാതിരി ഉണ്ടാവും. ഇന്ന് നന്നായിട്ടുണ്ടല്ലേ വെളിച്ചമായതുകൊണ്ട്. ഇന്ന് അവിടെ നല്ല വെട്ടമുണ്ട്. അതെ, സ്മാർട്ട്. ഗുഡ് നൈറ്റ് രവിചന്ദ്രൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ എന്താണ്, ചൂടൊക്കെ എങ്ങനെയുണ്ട് ജരനേട്ടാ? ജരനേട്ടന്റെ നാട്ടില് ചൂടുണ്ടോ? ഫോറസ്റ്റ് ഏരിയ അല്ലേ, ചൂടൊന്നും ഉണ്ടാവില്ല അല്ലേ? രവിചന്ദ്രൻ ഗുഡ് നൈറ്റ്. എവിടെ പോയി? രാധേട്ടൻ ഉറങ്ങിയിട്ടില്ല. ജയേട്ടൻ എന്താ കഴിച്ചത്? ഭക്ഷണം ഒന്നും പറഞ്ഞില്ല. രാധേട്ടനും പറഞ്ഞില്ല. എന്താ ഭക്ഷണം കഴിച്ചത് പറയേ? സുരേഷ് ഏട്ടൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചത് എന്താണെന്ന്. എൻ്റെ ലവർ എൻ്റെ അടുത്തുണ്ട്. ഒരു ഹായ് പറയൂ സിസ്റ്റർ. രാജേഷ്. ഓ ഹായ്, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ലവറിന്റെ പേര് പറയാമോ? ഇന്ന് കസേര കൊണ്ടുവന്നത് അതാ വിളിച്ച. കസേരയോ? ആര് കൊണ്ടുവന്നു? ആര് കൊണ്ടുവന്നു? ആരു പറഞ്ഞു? കുബേരൻ ഗുഡ് നൈറ്റ്. ഫണി സിസ്റ്റർ. പുതുക്കോട്ടയിൽ ഫ്ലവർ ഫോളോവർ. കുബേരൻ ഫോളോവർ എന്നാണല്ലേ, സോറി. രാമൻ പ്രസാദ് ഹായ്. ഡാ എന്റെ കുട്ടി, ഇജ്ജ് എന്നെ കാണുന്നില്ല ഏട്ടാ. ഞാൻ എന്തൊക്കെയാ ചോദിക്കുന്നത്? നല്ല ചൂടാണ്, പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. അത്രയും ചൂടാ? ഞങ്ങൾ 6 ഫ്രണ്ട്സും എന്ന് പറഞ്ഞ ചെറിയ മുത്തുമണി, സുൽത്താൻ, 6-ാം തമ്പുരാൻ, ഇങ്ങനെ വേറെ ഏത് ഫ്രണ്ട്സ് ആണ് ഉള്ളത്? ഈ പേരൊന്നും ഞാൻ മറക്കില്ല. ഞാനും മറക്കൊന്നുമില്ല ഏട്ടാ. குட் நைட். நான் என்ன ரெஸ்பான்ஸ் பண்ண மாட்டீங்களா? ஐயோ மணி, நான் பார்க்கல மணி, சத்தியமா சொல்றேங்க. ஐயோ நான் எங்க போகுது? விபின் குட்டன். இனியும் வீட்டிലേക്ക് போகலீங்களா மணி? செல்வராஜ், வேலு விஜய். പാലോ പാലോ നല്ല നടപ്പാലം പിടിച്ചു നടക്കാൻ നേരം. പാട്ടറിയില്ല കേട്ടോ. പാലോ പാലോ നല്ല നടപ്പാലം. ശിവകുമാർ ഹായ് മൈ ഡിയർ. ഹായ്. നല്ല കാറ്റ്, ഇളം കാറ്റ്, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിലാണോ? രാമൂർത്തി. മുടിയാൻ ചെയ്യില്ല. ഇന്ന് കുറച്ച് എന്താ പറയാ, വൃത്തിയായിട്ടൊന്നും വന്നിട്ടില്ല. പൊട്ട് നന്നായിട്ടുണ്ടോ? പൊട്ട് കാണുന്നുണ്ടോ? വാവ് ബ്യൂട്ടിഫുൾ. കണക്ട് പാട്ടല്ലേ? നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പിന്നെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ വരെ വന്നില്ലാരും. ചിന്തേന നിറമില്ലേലും ചെന്താമര പല്ലില്ലേന്നാണോ? അല്ല, പല്ലില്ലേലും ഞാനുകുട്ടി. എൻ്റെ ഫ്രണ്ട് മെഹബൂബിന് ഒരു ഹായ് പറയാമോ? പറയാലോ. ഹായ്. ഹായ് ഏട്ടാ. പേര് കുറച്ച് കഷ്ടമായതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല, ഒന്നും വിചാരിക്കരുത് കേട്ടോ. രാജേഷ് ഫുഡ് കഴിച്ചോ? ഞങ്ങൾ 2 പേരും കഴിച്ചു. വരുന്നു കൂടാം. 2 പേരും കഴിച്ചു, വരുന്നു കൂടാൻ. ഓക്കെ. ഡാൻസ് റീൽസ് വാച്ചിങ് ഫോർ ഹാപ്പി ഹോളിസ്റ്റർ. ഹായ് മെഹബൂബ്.
11 മണിയായി, കറണ്ട് വന്നില്ല, ചൂട് കിടക്കാൻ വയ്യ. എന്നെ കെട്ടാൻ ആളൊരുത്തൻ അല്ല ദൂരെ നിന്നും വരുന്നുണ്ട്. അയ്യോ പാട്ടൊക്കെ മറന്നു പോയില്ല. മെസ്സേജ് മേലെ ഞാൻ വായിച്ചു. ഗുഡ് നൈറ്റ് അനിത, സുരേഷ് ഏട്ടാ, റോബിൻ ഏട്ടാ, പ്രകാശത്തിൽ വിരിഞ്ഞ വെള്ളിരപ്രാവേ നമസ്കാരം. നമസ്കാരം ഏട്ടാ, എവിടെയായിരുന്നു ഒരാഴ്ച? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, സുഖമായോ? ശിബുവേട്ട, കാറ്റേ നീ വീശലിപ്പോൾ, കാരേ നീ എതിരിലിപ്പോൾ. ലൈവ് നടത്തുന്നവൻ ആനതയുണ്ട് ആനതയുണ്ട്. നേരത്തെ സന്ധ്യമയം നേരത്തെ ഗോസ്റ്റ് അറൗണ്ട് യു. നോ 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 രാജ്. തൈതോല പായ വിരിച്ച് ദിലീപേട്ടാ, തൈതോല പാകിസ്ഥാനാണ് ഡാനിക്കുട്ടി. അതെ അതെ, എൻ്റെ ഫ്രണ്ട് മെഹബ പാകിസ്ഥാനിലവരാണോ? ഓക്കെ. പിന്നെ ഹലോ, മിണ്ടുന്നില്ല കുട്ടികൾ, മിണ്ടുന്നില്ല ഏട്ടന്മാര്, മിണ്ടുന്നില്ല. ചേച്ചിക്ക് ഉറക്കം വന്നിട്ട് കണ്ണു പടഞ്ഞടഞ്ഞു പോകുന്നു. ഇന്ന് എന്ത് പറ്റി? നേരത്തെ ഉറക്കം വരുന്നു. മഴക്കൂടെയായി മോഹം മറയ്ക്കും ആനല്ല. എഴുതിപിടി ഏട്ടാ. നേരത്തെ സന്ധ്യമയങ്ങും നേരത്തെ കിടന്നുറങ്ങും. നേരത്തെ സന്ധ്യമയങ്ങും നേരത്തെ നീർമണിത്തോളുമ്പിനി അരികിൽ നിന്നോ കണ്ണു നീ തുടയ്ക്കാതെ ഒന്നും പറയാതെ നീയും ഞാനും ഒരെണ്ണിനെ പോലെ. അന്നമ്മോ, ഇന്ന് മുഖത്ത് നോക്കുമ്പോൾ നല്ല എനർജി തോന്നുന്നുണ്ട്. എന്നും ഇങ്ങനെ ആവട്ടെ. ഓക്കെ ഏട്ടാ. വിനിശട്ടും ചിരിക്കുന്നു. അങ്ങനെ ഓവർഫ്ലോ അടിപൊളിയുണ്ട് വിനീഷേട്ടാ, പാട്ടൊക്കെ അടിപൊളി. പാട്ടുണ്ട്. Yes, I understand very well. Thanks. Very well. എനിക്ക് വെള്ളം കുടിക്കാൻ തയ്ക്കുന്നു. ശരിക്കും വെള്ളം കുടിക്കാൻ തയ്ക്കുന്നു. ചില്ലെന്നുള്ള വെള്ളം കുടിക്കാൻ തോന്നുന്നു ചൂടത്ത്. പൂവിരിഞ്ഞ എന്താ പാട്ട്? എന്താ പാട്ട്? പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു. എന്താ പാട്ടാണ് കേട്ടോ? ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പ പൂവേ നിൻ തഴുകാനായി കുളിർക്കാറ്റിൽ കുഞ്ഞിക്കൈകൾ. അത് പാട്ട് അറിയില്ല കേട്ടോ. ഏത് പാട്ടായിരിക്കും? അറിയില്ല ഏട്ടാ. ചന്ദനം പൂവായി ടാങ്ക് നിറഞ്ഞു എന്ന് രാജ് പറഞ്ഞത്. വാട്ടർ ടാങ്ക് ഓവർഫുള്ളാ. വേറെ
വേറെ ലെവലിട്ടാ. ഇംഗ്ലീഷ് നമുക്ക് അറിയില്ലേ, ചിരിക്കാനും വയ്യ. എനിക്കറിയില്ല കേട്ടോ, ആളെ പറഞ്ഞു പോട്ടെ, ഞാനെന്താ പറയാനാ, എനിക്കറിയില്ല. സ്മാർട്ട് തിങ്കിങ് സിക്സ്താ സ്മാർട്ട് തിങ്കിങ് എന്തോ പറയുന്നു ആസിരാജ്. ഇംഗ്ലീഷിൽ എന്നെ കൊല്ലുറാങ്ങളേ. അതെ, അജൂസ് വരാന്നതുകൊണ്ടോ പോയി കിടക്കുക എന്നാണോ? രാമമൂർത്തി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ആണോ? വിജു കേട്ടോ, താങ്ക് യു കേട്ടോ. ഷോയിങ് യുവർ ഡ്രസ് കളർ ബ്ലാക്ക്, ചന്ദന സാൻഡിൽ ഷോള്. നാഗരാജ്, സരവണൻ, ഹായ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണ് ഇത്രയും പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴ കൂട്ടിലുറങ്ങി, ഇരുളു വെളിച്ചവും അറിയാതെങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. മെസ്സേജും മേലെ അടിപൊളിയായിട്ടുണ്ട് ദിലീപേട്ടൻ. ബ്യൂട്ടിഫുൾ ഡ്രസ് ഓൾസോ. താങ്ക് യു. രാധേട്ട, വിഷുവിന് പായസം വെക്കാനുള്ള നാളികേരം എൻ്റെ വകയാണ്. എനിക്ക് ചിരി വരും കേട്ടാ, ചിരി വരുന്നു. ഇവിടെ എല്ലാം വാങ്ങിച്ചു തരും കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ഞാൻ ഇവിടെ വെക്കാത്തൊരു ഇത് കുറവേ ഉള്ളൂ, ബാക്കിയൊക്കെ വാങ്ങിച്ചൊക്കെ തരുന്നുണ്ട്. നന്നായിട്ടുണ്ട് പറഞ്ഞത് വിജയേട്ടാ, താങ്ക് യു കേട്ടാ. ഏതോ നമ്മുടെ ഒരു മൂളിപ്പാട്ടേ അല്ലാതെന്ന് പറയുന്നു. ആശ എന്താണ്, എനിക്കൊരു പെണ്ണുണ്ട് പടം, ബ്യൂട്ടിഫുൾ ഡ്രസ്. ഓക്കെ. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്, അവളുടെ നെറ്റിയിൽ ലവ് യു ബാബുലോ. ഡാന് എൻ്റെ കുട്ടി രാമമൂർത്തിയെ എടുത്തു കള. എവിടെ പോയി? ആരാണത്? എവിടെ പോയി ഏട്ടാ? ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ചേട്ടാ, കാണാനില്ല. ബിനിലേട്ടാ എന്താ അത് വന്നേ ഇല്ല? എൻ്റെ കുട്ടി കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട്. ഒരു യാത്രയായിരുന്നു. എവിടെയായിരുന്നു ഏട്ടാ യാത്ര? ഗുഡ് ഡ്രസ്സിങ് സെൻസ് ഒരു എന്തോ ഒന്ന്. ശരി, ആയിക്കോട്ടെ. കരിമീരി കുരുവിയെ രാജു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. പക്ഷെ ഓക്കെ താങ്ക് യു കേട്ടോ. ലവ് യു. കരിമീരി കുരുവിയെ കണ്ടി. ഞാനേ പിന്നെ ശിവോട്ടിനടുത്ത് കാര്യം പറയായിരുന്നു. ഇന്നലെ ഞാൻ പാട്ട് കേൾക്കാൻ പറഞ്ഞു എൻ്റെ അടുത്തില്ലേ. ഞാൻ ഇന്നലെ രാത്രി ഒരു 6 പാട്ടെങ്ങാണ്ട് കേട്ടു. അടിപൊളി പാട്ടുകൾ കേട്ടു. ഞാനിപ്പോൾ അങ്ങനെ ആലോചിച്ചു, ശിവോട്ടം പറഞ്ഞാലൊരു പാട്ടൊക്കെ എന്ന് വിചാരിച്ചു യൂട്യൂബിലേ. ഹാപ്പി ഗുഡ് നൈറ്റ്. രവി സോറി ഇടാ, തൻ്റെ ലൈവിൻ്റെ കാര്യം ഞാൻ ഓർത്തില്ല, ഞാൻ മറന്നു അല്ലേ? ഓക്കെ. സോങ്ങില്ല ലൈവ് വിൽ ബി സക്സസ്. ഗ്രാൻഡ് സക്സസ്. ഓക്കെ. എന്താ ശബ്ദം? പാട്ട് എഴുതി ഇവിടെ കേട്ടാ. ഉണരു നീ ഗാനം ഒരുകുമെന്നുള്ളം.
എന്താണ് ഒരു പാട്ട് അയച്ചുകൂടി ഞാൻ പാടട്ടെ. ഇന്ന് പാട്ട് പാടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുവേ. ഞാൻ സത്യം പറയാം, എനിക്ക് കണ്ണിങ്ങനെ അടഞ്ഞറിഞ്ഞ് പോവാണ്. എങ്കിലും ഇല്ല, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി എങ്ങനെ അറിയും? അരിക്കുട്ടിക്ക് മേധകം വേണമെന്നാ അത് പറഞ്ഞ എന്താ? GRK റെഡി. എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം, ഒരുപാട് നാളായി കാത്തിരുന്നു. ഈ ഒരു നോക്ക് കാണാൻ വന്നില്ല. ഓ, ഇതിനെയാണോ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? ബ്ലോക്ക് ചെയ്തു കേട്ടാ. മധുര രാമേശ്വരം ധനുഷ് ഓടിപ്പോയി, ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് യാത്രയാണ് അല്ലേ? വേണ്ട, എന്താ പറയുന്നത്? അതുപോലെ എന്താ ഏട്ടാ? സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല കേട്ടാ ജയേട്ടാ. മലയാളി പെണ്ണേ നിന്റെ ആൾക്കാരൊക്കെ വെളിയിൽ വന്ന് നോക്കും. കണ്ണടഞ്ഞു വരുന്നു, അവിടെ കിടന്ന് ഉറങ്ങരുത്, പ്രേതം വരും. അയ്യ, അങ്ങനെ ഉറങ്ങില്ല കേട്ടാ. ലൈവിലിങ്ങനെ ഇരുന്ന് ഉറങ്ങിയ ചാർജ് ചിലപ്പോൾ ഇല്ലാണ്ട് കട്ടായി പോകും, അല്ലെങ്കിൽ നെറ്റില്ലാതെ കട്ടായി പോകും ഫസ്റ്റ്. മോദകം ഗണപതിയുടെ ഇഷ്ട പലഹാരമാണ് മോദകം ആണല്ലേ? അറിയില്ല കേട്ടോ. എന്താ ശരി, ഭക്ഷണല്ലേ, വേണം, ഒരു പ്ലേറ്റ് എടുത്തോളേട്ടാ. കാണുമ്പോൾ പറയാമോ കരളിലെ അനുര? കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഉണ്ടല്ലേ ദിലീപേട്ടാ? ഒരു ചെമ്പനീർ പൂവെടുത്തു ഞാനോ മലേ, എങ്കിലും രണ്ട് ഈർക്കൽ വയ്ക്കുന്നു ശിബു. മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്തോ നമുക്കൊന്നും അറിയില്ല. നമ്പറ് ആരും തെറ്റായിട്ടോ ഒന്നും മെസ്സേജ് അയക്കില്ല എന്ന് പറഞ്ഞാൽ ഞാന് വിശ്വസിക്കുന്നു. വിശ്വാസമല്ലേ എല്ലാം? ഈ ലോകം തന്നെ നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ പേരിലല്ലേ? പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു, വാക്കാണ് സത്യം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്താ ജയേട്ടൻ ദേഷ്യം വന്നത്? അല്ല, അതെന്തോ വേറെന്തോ അർത്ഥം പറഞ്ഞിട്ടാ. ഹായ് ഡാർലിംഗ്, ഐ കം പാലക്കാട് ഓൺ സൺഡേ. നടക്കൂല ഏട്ടാ, നടക്കൂല. ജഗൻ ഹായ് ഡാർലിംഗ്. പിണക്കാന്നോ എന്നോട്? ഇണക്കാന്നോ? അടുത്ത വന്നാൽ പാട്ടാണല്ലേ. പിണക്കമാണോ നല്ലേ? പിണക്കമാണോ എന്നോടിണക്കമാണോ? അടുത്തു വന്നാലും പിന്നെ മടിച്ചു നിൽക്കാതെ. ദിലീപ്, ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. ആക്ച്വലി യു ആർ സിംഗിങ് മേക്ക് ലൈവ് വാച്ചിങ്. എന്തോ പറയുന്നു. എന്താണ് ബിനിഷേട്ടാ, ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. രാജ എന്തോ പറയുന്നു. അപ്പോഴേക്ക് ഞാൻ ജഗനെ ഒന്ന് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് വരാം. പാട്ടൊന്ന് അതിന്റെ രാജ് പറഞ്ഞതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ.
അപ്പൊ വിളിക്കുമ്പോ പറയും, ഞാൻ വിളിക്കുമ്പോ പറയാം. ഓക്കെ. ലോകം നിലനിൽക്കുന്നത് ആമസോൺ കടകളുള്ളത് കൊണ്ടാ. ഞാന് കടകളെ കുറിച്ചല്ല പറഞ്ഞത്, പരസ്പരമുള്ള ബന്ധം, സ്നേഹബന്ധത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വിശ്വാസം, പേര്, വാക്ക്, സത്യം, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഗുഡ് നൈറ്റ് തിരുകുമാർ. ഉറങ്ങിട്ടോളെ ഞാന്. ഇനി അടിക്കടി പാട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോവും. അത്ര ഇറക്കാനുണ്ട്. തിരുകുമാർ ഗുഡ് നൈറ്റ്. കണ്ണൻ വെരി നൈസ്, താങ്ക് യു. TVM വേഗം എന്ന പലഹാരമുണ്ട് ബ്രോ. മോദകം എന്ന പലഹാരം. ശരി വിടേട്ടാ, അതിൽ പിടിച്ച് കയറേണ്ട. എനിക്ക് പാട്ട് എഴുതിവിടേട്ടാ, എനിക്ക് ഉറങ്ങാൻ പോകണ്ടോളൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മോദകം ഒന്നും കഴിക്കാൻ പറ്റില്ല. കടകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആമസോൺ എന്ന് പറഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് അല്ലേ? മാർക്കറ്റ് അല്ല, അതൊരു ഇതല്ലേ, ബിസിനസ് അല്ല. ബിസിനസ് അല്ല. ഒന്ന് ഉറങ്ങി. ഗുഡ് നൈറ്റ്. നാളെ ഞാൻ മറന്നു പോയില്ലെങ്കിൽ ലൈവിൽ വരാം. എന്താട്ടാ ഡെയിലി വന്നതല്ല റോബിൻ ഏട്ടാ, പിന്നെ എന്താട്ടാ മറന്നു എന്നൊക്കെ പറയുന്നത്? ചേച്ചി പാവമല്ലേ ഏട്ടാ, വരി ഇട്ടോളെ. ഏതെങ്കിലും ഒരു ലൈവിലെങ്കിലും അറ്റൻഡ് ചെയ്യും റോബിൻ ഏട്ടാ. അതിന് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാവരും ഉറങ്ങിന്നാ തോന്നുന്നത്. ഞാനും എന്തിനടിയാണ്? അയ്യേ, അങ്ങനെ ഒന്നും അടികൂടൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ വാക്കിന്റെ വ്യത്യാസമായിരിക്കാം. നീർ പളുങ്കുകൾ ചിതറി ഈയുമി. ശിവട്ട പാട്ടാണ്. എന്താ അത്? ഈ റീല് ചെയ്യുമ്പോൾ ക്യാമറ ആരാ പിടിച്ചത്? ഞാനാ പിടിച്ചത് ഏട്ടാ. ആമസോൺ കടകൾ അതിൽ പിടിച്ച് കയറും. കടകളൊന്നും കേട്ടിട്ടില്ല, ഞാനിത് കേട്ടിട്ടില്ല. ബിനീഷേട്ട അതൊന്നും നോക്കാറില്ല. നമ്മള് വന്നോ, പാട്ട് എഴുതി വിട്ടോ, ആരുടെ പാടത്തിട്ടോ, മതി. കാത്തിരുന്ന പിന്നല്ലേ, എവിടെയൊന്നും സ്ഥലം അങ്ങോട്ട് പോയി. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെ ആയില്ലേ, മുള്ളു പോലെ നന്ദില്ലേ, നാവിലിന്ന് തേനല്ലേ. ഹരിദാസ് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അനിത പാലക്കാട്. ഓക്കെ, താങ്ക് യു ഹരിദാസ്. ആലപ്പുഴയിൽ അങ്ങനെ പറഞ്ഞാൽ അടി പെട്ടെന്ന് വീഴും. ശിവപ്രോ ശരി ഏട്ടാ. വീഡിയേട്ടാ ഇതിൽ കുറിച്ച് ഇനിയിപ്പോ ഒന്നും പറയണ്ട കേട്ടോ. വീഡിയോട്ടാ, എനിക്ക് പേടിയാവുന്നു. എന്നൊക്കെ വർത്താനം പറയുമ്പോ എനിക്ക് പേടിയാവുന്നു. യു ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ അനിൽ. ഓക്കെ. വേറെ പാട്ട് എഴുതി ബിനീഷ് ഏട്ടാ. എല്ലാം ലൈവില് സ്ഥിരം പാട്ടുകൾ തന്നെ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടോ? ആർപ്പോ റോ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ റോ. ഇഷ്ടപ്പെട്ട മെസ്സേജ് വരുമ്പോൾ ഒരു ലൈക്കൊക്കെ അടിക്കേ. തീർച്ചയായിട്ടും
എന്താ ലൈവ് കഴിഞ്ഞിട്ട് തന്നെ അടിച്ച് എല്ലാവർക്കും ലൈക്ക് തരുന്നതായിരിക്കും ഞാൻ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു എവിടെ പോയി? സുന്ദരി പുഷ്പം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി പുഷ്പം. സൂപ്പർ. അപ്പൊ രാജ്ക്ക് മലയാളം അറിയാം. പാട്ട് എങ്ങനെ സൂപ്പർ എന്ന് പറയും? മീനിങ് അറിയാല്ലേ? ഞാൻ തമിഴ്നാടു. എന്റെ ശബ്ദം നല്ല കാറ്റ്. ഇപ്പൊ ലൈറ്റായിട്ട് കാറ്റ് വീശും. ഞാൻ തമിഴ്നാടു. ശരി, ഞാൻ ഉറങ്ങട്ടെ. തൊട്ടുരമീരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്ത് പറക്കാൻ കൊതിയായി. ഇതുപോലെ ഇങ്ങനത്തെ ഉള്ള പാട്ടുകളൊക്കെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടാ. കാരണം എനിക്ക് ഇങ്ങനത്തെ പാട്ടുകളെ അറിയുള്ളൂ. പുതിയ പാട്ടുകളൊന്നും അറിയില്ല, ഒരുപാട് പഴയതും അറിയില്ല. ഒരിടത്തരമുള്ള പാട്ടുകളാണ്. അതിനെ ഇഷ്ടപ്പെടുന്ന മെസ്സേജ് വന്നില്ല രാധേട്ടാ. അത് പോട്ടെ ജയൻ ബ്രോ. കേട്ടാ ശിവട്ട ഒന്നും കഴിച്ചതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, തീരുമാനമായില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും ജിമ്മിൽ പോയിരുന്നെങ്കിൽ ഭർത്താക്കന്മാരെ ഇങ്ങനെ ഓൺലൈനിൽ വന്ന് ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. മനസ്സിലായില്ല വിനോദേട്ടാ, എന്തുവാ പറയുന്നേ? ഇപ്പോഴത്തെ ആണുങ്ങളൊന്നും ജിമ്മിന് പോയിരുന്നു, ഭർത്താക്കന്മാർ ഇങ്ങനെ ഓൺലൈനിൽ വന്ന് ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്താ പറയുന്നത്? എന്തോന്നായിക്കോട്ടെ, ഞാനും ട്യൂബ്ലൈറ്റാണ്. എനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കിയൊന്നും എടുക്കാൻ അറിയില്ല. രാധേട്ടന്റെ കമന്റ് അനിത വായിക്കുന്നതിന് മുമ്പേ ആ മെസ്സേജിൽ അനിതയുടെ ലൈക്ക് കണ്ടല്ലോ, അതെങ്ങനെ സംഭവിച്ചു? ഞാൻ വായിച്ചു, ഞാൻ പറഞ്ഞതിന് വായിച്ചു. സത്യം. റോബി ഗുഡ് നൈറ്റ്. ജെറിൻ സാമ്പാറിന് പാട്ട് അറിയുന്നത് ആണ് എഴുതുന്നത്, വേറെ ഒന്നും അറിയില്ല. സത്യം. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്, കീപ്പിംഗ് സ്മൈലിംഗ്. രാജ് ചിരിച്ചിട്ടേ രാജ്. ഞാനും പോകും രാജ്, എനക്കും തൂക്കമാ വരുത്. ഗുഡ് നൈറ്റ് ഡിയാ. വിജയൻ ഗുഡ് നൈറ്റ്. പാലക്കാട് കുമാർ ഹോളി, ഹാപ്പി ഹോളി. ഓക്കെ, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? വിനോദനി ഓടാ. അപ്പൊ എന്താ പറയുന്ന മൊത്തത്തില്? ഇതും കൂടെ തലയിൽ കയറിയില്ലല്ലോ ദൈവമേ. ശരിക്കും ഒന്നാമത്തത് പെട്ടെന്ന് എനിക്ക് തെളിയില്ല, രണ്ടാമത്തത് നല്ല ഉറക്കം വരുന്നത്. മേലെ പോയി, മെസ്സേജ് മേലെ പോയില്ലേ. ഞാൻ നേട്ടം എന്തിനാ പോണേ പറയുന്നത്? നമുക്ക് ഇവിടെ നിന്ന് അയച്ചു വിടാം ഇല്ലേ? നമുക്ക് ഇവിടെ നിന്ന് അതിനെ പുറത്തേക്ക് അയച്ചു വിടാം. അയച്ചു വിട്ടു കേട്ടാ. അനിൽ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, മെസ്സേജ് മേലെ പോയി. ഗുഡ് നൈറ്റ് എവിടെ പോയി? ഞാൻ നോക്കട്ടെ. ഇന്ന് ലൈവിൽ വരില്ല എന്ന് വിചാരിച്ചതാണ്. അതെന്താ അങ്ങനെ? അതെന്തായിട്ട് അങ്ങനെ വിചാരിക്കുന്നത്? ഇന്ന് ലൈവിൽ എന്ന് വിചാരിച്ചതാണ്. കറണ്ട് ചതിച്ചു, അപ്പോൾ ഉറക്കം വരുന്നില്ല, പിന്നെ ലൈവ് തന്നെ ശരണം. കഴിച്ചില്ല അല്ലേ ഏട്ടാ? വായിച്ച് ശരിയാണ്, പക്ഷെ വായിക്കുന്നതിന് മുമ്പ് അതിൽ അനിതയുടെ ലൈക്ക് ഞാൻ കണ്ടു. അതെങ്ങനെ? അതാ ഞാൻ വായിച്ചു. എന്താ പറയുന്നത്? എനിക്ക് വയ്യാണ്ടായി. ഏട്ടാ എന്തെങ്കിലുമൊക്കെ പറയണതുകൊണ്ട് പറയല്ലേ പറയും. സത്യം. ഒന്നാമത് ബുദ്ധിയില്ല. അതെ, ജയചന്ദ്രൻ ഗുഡ് നൈറ്റ്. ബുദ്ധിയില്ല, എന്തായാലും എനിക്ക് ബുദ്ധിയില്ല.
എന്താ പറയാ, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബുദ്ധി ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞു തരും എനിക്ക്, അത് അങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരും. അപ്പൊ ഞാൻ മനസ്സിലാക്കുമല്ലോ. അതാണിപ്പോ രാധേട്ടൻ മറുപടി കൊടുത്തപ്പോ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഓ അപ്പൊ അത് അത്രയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളൊരു കമന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഡബിൾ മീനിങ് അല്ലേ. പ്രവീൺ ഹായ്, ഉറക്കം വരുന്നു കേട്ടോ. ശരി അപ്പൊ ഞാൻ പോണു. നാളെ വരാം കേട്ടോ. എത്ര നേരമായി ഞാൻ വന്നിട്ട്? 1 മണിക്കൂറൊക്കെ ആയാ? ഇതെന്താ ഇതൊന്നും സമയം പോകാത്ത വല്ലാതെ ജാതി. ഏട്ടാ, ഏട്ടന്മാരെ, ചേച്ചി പോണു. നല്ല മനസ്സെന്നോ? ശരി ഏട്ടാ, വായിച്ചു. അതിനു മുമ്പ് ലൈക്ക് വന്നു. അതെങ്ങനെ പറയോ? അതാ, അയ്യോ ഇതിപ്പോ വല്ലാത്തൊരു കാര്യം. എനിക്ക് ഉറക്കം വരുന്നു ജെറിനേട്ടാ, സത്യം പറയല എനിക്ക് ഉറക്കം വരുന്നു. ചേച്ചിന് വെറുതെ വിട്ടേരെ പ്ലീസ്. അയ്യോ വയ്യ. ഞാൻ ഇന്ന് അയച്ചുതരാം. പറ്റിക്കലില്ല. ഇന്ന് പറ്റിച്ചോന്ന് പറയരുത്. ഇന്ന് 12 മണി വരെ സമയം ഉണ്ടല്ലോ ഏട്ടാ. അയച്ചുവിടാം. ഞാൻ എഴുതി വെച്ചു ഏട്ടാ. ശനി ബുക്ക് നോക്കിയിട്ട് അയച്ചുവിടാം ഏട്ടാ. വേഗം കിടന്നു. അതെ രമേശ് ഏട്ടാ, രമേശ് ചാണ്ടിയൻ. ഉറക്കത്തിൽ ലൈക്ക് അടിച്ചതാ ചെറിയ. പോയി കിടന്നു ഉറങ്ങിക്കൂടെ? അതെന്നെ, ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. അതാ എന്തൊക്കെ ഞാൻ പറയാ. എന്റെ ഉറക്കം പോയിട്ടോളെ സത്യം. എവിടെ അത് മെസ്സേജിന് പോയിട്ടുണ്ടാകുമെന്ന് അറിയില്ല. അതൊക്കെ പോയിട്ടുണ്ടാകും. നേരെ അതൊക്കെ എപ്പോഴോ പോയിട്ടുണ്ടാകും. ആരാ? രഞ്ജിത്ത് ഹായ്, നമസ്കാരം ചേച്ചിക്കുട്ടി, എപ്പിടി இருக்க? നമസ്കാരം, நல்லா இருக்கிறீங்க. நீங்க எப்படி இருக்கீங்க രഞ്ജിത്ത്? ജെറിൻ, ഞാൻ ചോദിച്ചു മേടിച്ചതല്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കുത്തുന്നത് ജെറിൻ? അല്ലേ ലൈക്ക് വേണ്ട എന്ന് പറഞ്ഞത്. ലൈക്ക് വേണ്ട എന്നാണ് പറഞ്ഞതെന്നോ? പോയി കിടന്ന് ഉറങ്ങു വെച്ചേ. ഷിബയുടെ പാട്ട് എഴുതി വിടും. പറ്റില്ല പറ്റില്ല. സായി സെൽവം, ഈ സായി സെൽവം എന്നാണോ? ശരി, നല്ലതാ. നല്ല കുട്ടി എന്നൊക്കെ വിട്ടിട്ട് പോവല്ലേ നീ? നല്ല കുട്ടി എന്നൊക്കെ വിട്ടിട്ട് പോവല്ലേ നീ? എനിക്കും വേണം. എന്താണ് വേണം പറയുന്നത്? എനിക്കും വേണം. ഞാനല്ലേ ലൈക്ക് വേണ്ട എന്ന് പറഞ്ഞത്. ലൈക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ജെറിനാണ് പറഞ്ഞത് ലൈക്ക് വേണ്ട എന്ന്. ശരിക്കും നോക്കി വായിക്ക്. ലൈക്ക് അന്വേഷണം ആരംഭിച്ചു. എനിക്ക് വേണം. എവിടെ എന്തോ പ്രശ്നമുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉറക്കത്തിലാണോ ലൈവ് വന്നത്? ഇല്ലേട്ടാ. രാധേട്ടാ, അനിത ആ മെസ്സേജ് വായിക്കുന്നതിന് മുമ്പ് അതിൽ ലൈക്ക് വന്നു. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചത്. അതെല്ലേ? അപ്പൊ ഞാനല്ലേട്ടാ. അപ്പൊ എന്താ
അതെന്താ അങ്ങനെ വന്നത്? എന്തായിരിക്കും? ലൈക്ക് ഇട്ടോ എന്തായാലും ഞാൻ നോക്കട്ടെ. നോക്കാം. തെലുങ്ക് ഷോപ്പിംഗ് നൗ എന്നത് ഒരു വാട്ടർ സപ്ലൈയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇടി വരട്ടെ, ഇടി വരട്ടെ. ശരി, അപ്പം ഞാൻ പോകുന്നു കേട്ടോ. ടാറ്റ, ഗുഡ് നൈറ്റ്. അപ്പോൾ അവിടെ പ്രേതമുണ്ട്. സത്യം ഇല്ല. ഓരോ മുറി പ്രേതം വരും എന്നുള്ള ചാൻസ് ഉണ്ട്. പ്രേതം വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പ്രേതമുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നത് അങ്ങോട്ട് ചെന്ന് എവിടെ കരയണം? 3 പേര് എപ്പോഴോ ഉറങ്ങി കേട്ടാ. ഇനി എന്തിനാ അത് നോക്കുന്നത്? അതിൽ ലൈക്കുണ്ട്, അത് ശരിയാണ്. ഇനി അത് ഒഴിവാക്കാനാണോ നോക്കുന്നത്? അല്ല, എന്തിന്? ആരാ ലൈക്ക് അടിച്ചത്? ഞാനാണോ അടിച്ചത് നോക്കാനാണ്. ലൈക്ക് അടിക്കുന്ന പ്രേതം. ആരോ ഒരാൾ പുലർ മഴയിൽ ഹൃദയവുമായി ആദ്യമായി നിൻ മനസ്സിൽ ജാലകം തിരയുകയായി. എന്താട്ടാ അതുക്കുള്ള ലൈക്ക് വന്നു? ആരാണത്? ഇത്ര വേഗം പഠിച്ചു തീർത്താ? എന്താ ഏട്ടാ പറയുന്നത്? ചെയ്യാട്ടാ, ഞാൻ വായിക്കട്ടെ. പ്രണയമൊരു തീനാളം അലിയു നീ ആവോളം പീലി വിടരും നിലമുകളിൽ. അയ്യോ, രാവേറെയായിട്ടും തീരെ ഉറങ്ങാതെ ആരോ പാടുമ്പോൾ അഴിവാതിൽ മിഴിച്ചേർത്തു ഞാൻ തളരുന്നു. കാവലായ സ്വയം നിൽക്കും ദീപമേ. പൂവിൻ്റെ ബന്ധായം ഞാൻ കേട്ടത് കവിതയാണ് കേട്ടോ. മയമാറുന്നത് കേട്ടോ. വായിച്ച് എനിക്ക് വയ്യ. പലരും വേറെ വീണയിൽ സുതിമീട്ടി ഞാൻ ആരോ. പാട്ടാണ് കേട്ടോ അത്. ഭയമാരുന്നത് പാട്ടാണല്ലോ കേട്ടാ. എങ്ങനെ പാടാനാണ് ദൈവമേ? പാട്ടാണ്, അറിയില്ല കേട്ടാ. നിഷേധിച്ച പുതിയ ചിത്രമായ കഥ എന്തൊക്കെയോ പറയുന്നു. ഒന്നും മനസ്സ് എന്നും ലൈവിൽ വരുന്നതല്ലേ, അപ്പോൾ ചിലപ്പോൾ സ്വപ്നം കണ്ടു കാണും. അതുകൊണ്ട് ചോദിച്ചതാ, ഉറക്കത്തിലാണോ എന്ന്. പുറകിൽ ഉള്ളത് ഫ്ലാറ്റ് ആണോ ചോദിക്കും. ഫ്ലാറ്റ് വീടാണ് കേട്ടോ. അതൊരു 3 നില വീടാണ്. കുങ്കുമം കുതിർന്നു നീൻ ചുണ്ടിൽ. എന്താന്ന് കേട്ടോ അത്? പാട്ടാണ് ചെയ്യേട്ടാ. എന്താ പറയുന്നത്? എനിക്ക് വയ്യ. ഇതിവിടെ ലൈക്ക് അതിൽ വന്നു. ഷോ ഹാക്ക് ചെയ്തോ ആരെങ്കിലും എൻ്റെ ചാനലിൽ? ഇല്ലല്ലോ, അങ്ങനെ സംഭവിക്കില്ല. എന്തായാലും ഞാൻ ലൈക്ക് ഇട്ടിരുന്നു. അതാണ്, ഞാൻ ലൈക്ക് കൊടുത്തിരുന്നു. ലൈവിൽ വന്നിട്ട് 1 മണിക്കൂറും കഴിഞ്ഞു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി കിടന്നുറങ്ങും. എനിക്ക് ഉറക്കാൻ പറ്റില്ല, കാരണം കറണ്ട് വന്നില്ല. അതന്നെ. എന്തായാലും ഇട വരട്ടെ. ഉറങ്ങാറായില്ലേ? എല്ലാവരും എന്തിയേ? എല്ലാരും ഉറങ്ങി.
ജയേട്ട ഹാർട്ട് അയക്കുന്നുണ്ട്. എൻ്റെ കുട്ടിയാണെങ്കിൽ പറയാ മാ ഹാർട്ട് ഹാർട്ടമ്മ ഹാർട്ട് എന്ന് പറയും. അപ്പം ശരി എന്നാൽ ഗുഡ് നൈറ്റ് ഫ്രണ്ട്സേ. ഇതൊക്കെ മേലെ ഇരിക്കാൻ പറ്റില്ല. ലൈവ് എന്ന് ഡിയർ ബിനീഷയുടെ ടാറ്റ പറഞ്ഞു. ഓക്കെ ടാറ്റ. ശരി എന്നാൽ പോകുന്നു കേട്ടോ. ടാറ്റ. അയ്യോ നായൊക്കെ കഴിക്കുന്നു. വേഗം ഫോട്ടോ വിളിക്ക് ഇട്ടോളെ. ജയേട്ടൻ പറഞ്ഞിട്ടുണ്ട് നായ കുറയ്ക്കണം എന്ന് പറയുന്നത് എന്താ പറയാ കാലം മാറി വരുന്ന സമയമാണെന്ന് പറയുന്നല്ലേ. എൻ്റെ അമ്മേ ഞാൻ പേടിച്ചു. ആരാണ് പേടിയാണ്. ഞാൻ പോന്നിട്ടുള്ളൂ. ഭയമാർക്കതപ്പാ. അയ്യോ ആരെ വിസിലൊക്കെ അടയ്ക്കണം ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് വെളിയിലിരിക്കണ ഒന്നല്ല. എന്താ ഓക്കെ അതിൽ ഒളിച്ച് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ് ഞാൻ പോകുന്നു. ടാറ്റാ. അതെ അതെ എനിക്ക് പേടിയാണ്. ഇനി വെളിയിലിരിക്കുന്നത് അത്രയ്ക്ക് നന്നല്ല. ശരിയാ ഫ്രണ്ട്സ്. അങ്ങനെ പേടിയൊന്നും എനിക്കില്ല. അല്ല പിന്നെ നമ്മളെന്താണ് അത്രയ്ക്കൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ? ശരി ഓക്കെ. ആരും ഇല്ലെങ്കിലും നല്ല പേടിക്കേണ്ടിയുള്ളൂ അല്ല ഫ്രണ്ട്സ്. ഞാൻ ശരിക്കും പേടിച്ചു. എണീറ്റപ്പം വിസിലടിക്കണേ ആരോ. പേടി ഇല്ല. ഓക്കെ ഫ്രണ്ട്സ് ടാറ്റ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.